ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലി കളയാതെ ഇതേപോലെ കഷ്ണങ്ങളാക്കിയത്, വല്ലാതെ കനം കുറച്ച് നുറുക്കാതെ ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് ഒരു കുക്കറിൽ ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി. ഉരുളക്കിഴങ്ങ് വെന്ത് ഉടയാൻ പാടില്ല. ആ ഒരു തരത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് സീസണിങ്, ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത്, മുളക് പൊടി ഇത്ര ഇട്ടത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇടുക. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. അതുവരേക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉടയാതെ നോക്കണം. അതനുസരിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നല്ല ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പിന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.